എയിംസ് പോർട്ടൽ വഴി എങ്ങനെയാണ് വിള ഇൻഷുറൻസ് ചെയ്യുന്നത്? വിള ഇൻഷുറൻസ് ചെയ്യുന്നതിന് മുമ്പ് കൃഷിക്കാരൻ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ഐഡിയും പാസ്വേഡും ഉണ്ടാക്കിയിരിക്കണം. അതിനോടൊപ്പം കൃഷിസ്ഥലത്തിൻ്റെ വിവരങ്ങളും ഇൻഷുറൻസ് ചെയ്യുന്ന വിളയുടെ വിവരങ്ങളും പോർട്ടലിൽ ചേർത്തിട്ടുണ്ടായിരിക്കണം. രജിസ്ട്രേഷനും വിളയുടെ വിവരവും കൃഷിഭൂമിയുടെ വിവരങ്ങളും ചേർക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. വിള ഇൻഷുറൻസ് ചെയ്യുന്നതിനായി നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ aims.kerala.gov.in എന്ന് നമ്മുടെ ബ്രൗസറിൽ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ ഫാമേഴ്സ് ലോഗിൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തുറക്കുന്ന വിൻഡോയിൽ കൃഷിക്കാരൻ്റെ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ അപ്ലൈ ഫോർ ക്രോപ്പ് ഇൻഷുറൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തു വരുന്ന പേജിൽ നമ്മൾ ചേർത്ത് കൊടുത്ത വിളയുടെ വിവരങ്ങൾ ഓരോ വിളയും ലിസ്റ്റായി തന്നെ കാണാൻ സാധിക്കും. ഇൻഷുറൻസ് ചെയ്യാൻ പോകുന്ന വിളയുടെ ലിസ്റ്റിൽ ഇടത് വശത്ത് കാണുന്ന അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ ക്രോപ്പ് ക്വാണ്ടിറ്റി എന്ന കോളത്തിൽ ഇൻഷുറൻസ് ചെയ്യുന്ന വിളയുടെ എണ്ണം, ഉദാഹരണത്തിന് നമുക്ക് 100 വാഴയാണ് എങ്കിൽ 100 എണ്ണം. ഇൻഷുറൻസ് പീരീഡ് എന്ന കോളത്തിൽ പീരീഡ് ഫസ്റ്റ് ക്രോപ്പ് എന്ന് ചേർത്ത് കൊടുത്ത് ഇൻഷുറൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സത്യവാങ്മൂലം സെലക്ട് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ അപേക്ഷ നമ്മുടെ കൃഷിഭവനിലേക്ക് പോകും. നമ്മൾ സബ്മിറ്റ് ചെയ്ത അപേക്ഷയുടെ വിവരങ്ങൾ മൈ ഇൻഷുറൻസ് ആപ്ലിക്കേഷൻസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. നമ്മൾ അയച്ച അപേക്ഷ കൃഷി ഓഫീസർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പേ പ്രീമിയം എന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സമർപ്പിച്ച അപേക്ഷയ്ക്ക് കൊടുക്കേണ്ട ഇൻഷുറൻസ് പ്രീമിയം തുകയും തുക അടയ്ക്കേണ്ട അക്കൗണ്ട് വിവരങ്ങളും കാണാൻ സാധിക്കും. ഇതേ വിവരങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ടെക്സ്റ്റ് മെസ്സേജായി വന്നിട്ടും ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾ പ്രീമിയം തുക അതാത് ജില്ലാ സഹകരണ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിങ്ങൾ പണം അടച്ചതിന് ശേഷം അപ്ലോഡ് ചെല്ലാൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന പേജിൽ പണമടച്ച ചെല്ലാൻ നമ്പർ, തുക, തീയതി എന്നിവ അതാത് കോളങ്ങളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെല്ലാൻ കോപ്പി ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫോർവേഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ വിവരങ്ങൾ കൃഷിഭവനിൽ എത്തുകയും തുടർന്ന് നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം ശരിയാണ് എങ്കിൽ നമ്മുടെ ജില്ലാ കൃഷി ഓഫീസർ പോളിസി അനുവദിക്കുകയും അനുവദിച്ച പോളിസി സർട്ടിഫിക്കറ്റ് പോളിസി ഇഷ്യൂഡ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന മാതൃകയിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എങ്കിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.